Hi, hello, it's me Jilna. Welcome to another episode of Ginger Coffee Vlogs. അച്ഛാ, നമ്മളൊന്ന് ഇടിക്കാൻ വന്നേണേ. ഇന്ന് ക്രിസ്മസ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി നമ്മൾ. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലെൻബ്രൂക്കിലാണ് കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ. ഫാമിലി ആയിട്ട് ടിക്കറ്റിന് 2 അഡൽട്ട് 2 കിഡ്സിന് $46 വരുന്നത് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അവർ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് കാണാം കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ ആദ്യമായിട്ട് അലച്ചു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ട്രെയിനൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. ട്രെയിനൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. 1/2 മണിക്കൂർ കൂടുമ്പോഴാണ് കേട്ടോ ഓരോ ട്രെയിനുള്ളത്. ഇവിടെ ഒത്തിരി കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ എൻട്രി. ട്രെയിൻ വരുന്നുണ്ടോ? അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സാർ. ട്രെയിൻ, ഫുഡ് ട്രക്ക് ഉണ്ട്. ആ മേടിക്കാം, നോക്കട്ടെ. അതാണോ അടുത്ത് പോകുന്നേ? ആയിരിക്കും. കണ്ടോ, ട്രെയിൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആണ് കേട്ടോ, ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും വെച്ചത്. പിന്നെ ഒരു ടൈം എന്ന് പറയുന്നത് 6 PM തൊട്ട് ഒരു 11 o'clock വരെ ഉണ്ട്. എവറി 30 minutes കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട് കേട്ടോ. 2-3 ട്രെയിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു എവറി 30 minutes കൂടുമ്പോൾ ഉണ്ട്. വിളിച്ചു. പക്ഷെ കുറച്ചും കൂടി ഇരുട്ടാവണം, എന്നാലും ആ ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഭംഗി അറിയുള്ളൂ. പക്ഷേ നല്ല അടിപൊളി വൈബാണ്. ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കൊക്കെ കഴിഞ്ഞില്ല ചുഷ? ഉറക്കം വരുന്നുണ്ട് എപ്പോഴും. അത് പറ്റി. അച്ഛനെ കാണുമ്പോഴും ഇപ്പൊ ക്രിസ്മസിന്റെ വൈബ് ആകുന്നത്. വേണ്ട, ക്യാപ്പൊക്കെ വെച്ചിട്ട്. അമ്മയ്ക്കില്ല ക്യാപ്പ്. വേണ്ട വേണ്ട, മോർന്നത്. അല്ല, ഇപ്പൊ എവിടേക്ക് പോണേ അപ്പ? ആ സൈഡിൽ കൂടെ കയറാനാണോ? ഓപ്പൺ ആയിട്ടുള്ളതിൽ കയറിയാലോ? മഴയില്ലല്ലോ ഇപ്പൊ. ഞങ്ങളിങ്ങോട്ട് വരുമ്പോ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ മഴയൊന്നും ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ മഴയായിരുന്നു. നമുക്ക് ഓപ്പൺ സ്പേസിൽ കയറാതെ. ഇവിടെ പുക പോണ്ടോ? പുക പോകുന്നുണ്ട്. അല്ലേ, നമുക്ക് ഓപ്പൺ സ്പേസിൽ കയറായിരുന്നു. ഇങ്ങനെ മറ്റേതൊക്കെ ക്ലോസാ അല്ലേ? ഫില്ലോണൊക്കെ മുമ്പ് കയറാം. അച്ചുശിവ കണക്റ്റഡ് ആണല്ലോ അത്. അമ്മാണിന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് കേട്ടാ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മള്. കാണാൻ പക്ഷെ കുറച്ചുകൂടി ഇരുട്ടാവണല്ലേ, നന്നായിട്ട് ഭംഗിയിൽ കാണണമെങ്കിൽ. ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞത്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകുന്നില്ലേ? അമ്മാളു അമ്മാളു ടിക്കറ്റ് കാണിച്ചു കൊടുക്കും എല്ലാവരും. തരൂ, ടിക്കറ്റ് കാണിച്ചു കൊടുക്കട്ടെ അമ്മ.
സ്പീഡൊക്കെ ഉണ്ടല്ലേ? അതെ, ഇത് പോയി കഴിഞ്ഞാണ്ടല്ലോ ഫോൺ പോവും ചിലപ്പോ. അതാ ഹായ് റയനെ നോക്ക് നോക്ക്, ഇവിടെ നോക്ക്, കാണാം. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നത്. അമ്മാളു എവിടെ പോവാ? എവിടെ പോവാ? എല്ലാവരും എണീറ്റല്ലോ, നല്ല കാറ്റില്ലേ? കഴിഞ്ഞതുകൊണ്ട് യാത്ര എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രസമുണ്ട്, നല്ല കാറ്റ്, മഴയായതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ്. അമ്മാള് ഹാപ്പി ആയി, അമ്മാള് ഹാപ്പി ആയി. ട്രെയിൻ ഫുള്ള് മാലകൾക്കാ. Folks, we are now approaching our depot at Pukeawari. We'll be stopping here for a couple of minutes while the brake system is handed over to the steam engine approach. Just ask you to please remain on board the train as we'll be on our way again almost immediately. Thank you. വിളിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് അടുത്തൊരു സ്റ്റേഷനാ. ഇത് ക്രിസ്മസിന്റെ ഇതിൽ മാത്രമല്ല, അല്ലാണ്ടും ഉണ്ട്. ഇത് നോർമലി ഇങ്ങനെ സ്റ്റേഷനെത്തി. ഇനി എല്ലാവരും കുറച്ചേരം റെസ്റ്റ് എടുത്തോളൂ. റെസ്റ്റ് എടുക്കൂ, ഇറങ്ങാനുള്ളവർക്ക് ഇറങ്ങി പോക്കോളൂ. അല്ല, ശരിക്കൊരു ഇത് പോകുന്ന പോലെ അല്ലേ ട്രെയിൻ. അമ്മാള് ഇഷ്ടപ്പെട്ടാ? 10 മിനിറ്റ് ഓടിയോ? പക്ഷെ നല്ല രസമുണ്ട് പോകുന്ന വഴികളല്ലേ. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഡ്രൈവ് നമ്മുടെ അവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടായിരുന്നു? 1.5 മണിക്കൂറാ? 1.5 മണിക്കൂർ. സിഗ്നൽ വന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എഗെയിൻ. അല്ല, ഇവിടത്തോളം വരെ എത്തി. ഇനി അങ്ങോട്ട് പോവാം നമ്മൾ തിരിച്ച്. അപ്പോഴത്തേന് 1.5 മണിക്കൂർ ആവൂലേ?
അയ്യോ എനിക്ക് മതിയായില്ലായിരുന്നു. സൂര്യടാ തിരിച്ചെത്തി മതിയായില്ലായിരുന്നു. അയ്യോ കുറച്ചും കൂടെ ഒരു ടൈം ഉണ്ടായിരുന്നെങ്കിൽ. ഇതാണ് ലൈറ്റ് അച്ചു. പക്ഷെ ഇത് ലൈറ്റ് ഇങ്ങനെ നിക്കുവല്ലേ ഫോണിൽ നോക്ക് കണ്ടോ? ഇതിങ്ങനെ ഇതായിട്ട് നിക്കുവല്ലേ ഫോണിൽ ഇങ്ങനെ ജെർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്. അതല്ല ഓരോ പ്രാവശ്യം പോകുമ്പോ ഇങ്ങനെ ഫില്ല് ചെയ്യും എന്തെങ്കിലും. അതാണോ ഇപ്പൊ ഒക്കെ പോണേ? ആയില്ല. ആ അച്ചൂസ് എടുക്ക. ആ ഓക്കെ അച്ഛൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. അടിപൊളി അടിപൊളി. അയ്യോ അത് പൊട്ടിച്ച്. അച്ചു കുറച്ച് ഹൈറ്റിലെടുക്ക്, ഹൈറ്റിലാക്കിട്ട് വിട്. ആ അച്ഛന് വലുത്. അടിപൊളി അടിപൊളി. സ്പീഡ് കൂടി പോയി, സ്പീഡ് കൂടിട്ടാ. അച്ചു അച്ഛന് നോക്കിയേ. അച്ചു കുറച്ചുകൂടി ഹൈറ്റിലേക്ക് ആക്കിയപ്പോ അത് നല്ലതായിട്ട് ഇങ്ങനെ തട്ടി നടക്കും. ഭയങ്കര പതല്ലേ അത്, നമ്മൾ മറ്റേ ബബിൾസ് വിടുന്ന പോലെ അല്ല. ആ വലുത് വലുത്. ഇത് ശരിക്കും ഇങ്ങനെ നമ്മളെ കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട്. Just swing it back and forth.
അപ്പൊ കൊണ്ടപ്പോ പിടിച്ചു മധുരല്ലുമോ നോക്കിയേ അതില് വേറെ സാധനം ഉണ്ട് അപ്പൊ അതിൻ്റെ ചെറുത് ആ കയ്യുമ്പോ മുഴുവാക്ക് അതിങ്ങനെ വീശാ മതിരി പിന്നെ ഉറങ്ങിയ നീയെ കാഴ്ച കണ്ട് തണുപ്പടിച്ചപ്പോഴേ ഉറക്കം വന്നിട്ടുണ്ടാവും. തിരിച്ചു വയ്ക്കാം മേടിച്ചോ? പറഞ്ഞോ ഏത് ഫ്ലവർ എടുത്ത്? റേനോ? അവർക്ക് മനസ്സിലായി, ആൾക്കും മനസ്സിലായി. ചൂടെടുക്കുന്ന എന്തിനാ ഇതിട്ടെ കുട്ടി? എന്തുട്ടാ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടൊക്കെ കളക്കുന്നുണ്ടല്ലേ? നാവ് മൊത്തം ഇപ്പൊ ബ്ലൂ ആവും. ഇതല്ലേ വേണമെന്ന് പറഞ്ഞേ അടുത്ത ആള്. അടിപൊളി. വാ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ പുളിക്കുന്നു, നന്നായിണ്ട്. എന്തോ കളറാ. ആ കാണിക്ക് നാവ് കാണിക്ക്, ശരിക്കും കാണിക്ക്. അച്ഛനും നോക്കട്ടെ. ആയ് പണ്ട് കാലത്ത് നാട്ടില് കളറാണത്. എന്റെ പെണ്ണിന്റെ കൈമ ഇന്നുണ്ടായല്ലേ ഡ്യൂട്ടി? കുഞ്ഞെന്തിയെ കുഞ്ഞു അപ്പൊ ശരി, നാളെ കാണാം. അച്ഛന് മോത്ത് കൊടുത്തു ഞാൻ ട്രെയിൻ പൂരാ. ട്രെയിൻ പോകുന്നു. വരുന്നു.
ഫ്ലേവർ